ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നിങ്ങളെ കർത്താവിന്റെ കരുണ ഒരു ചുവട് വെക്കണമെങ്കിൽ, അച്ഛനൊരു വാക്ക് പറയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ അഭിഷേകമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വസിക്കുന്നത് പോലെ നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ ശ്വസിക്കാത്ത മനുഷ്യരില്ലേ? ഓക്സിജൻ വേണം. ഓക്സിജൻ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിത്ര ഫ്രീ ആയിട്ടാ നമ്മൾ ശ്വസിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മദർ തെരേസ പറയുന്ന ഒരു കാര്യമാണ്. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അറിയാം, കർത്താവ് മദർ തെരേസയോട് പറഞ്ഞേ, മദർ തെരേസ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. മദർ തെരേസ ഈ പാവങ്ങളെല്ലാം പാവങ്ങളായിട്ട് സൂക്ഷിച്ചു നോക്കാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ട നല്ല ഭക്ഷണം കൊടുക്കും, നല്ല വസ്ത്രം, പഴയ ഉടുപ്പൊന്നുമല്ല അവർ കൊടുക്കുന്നത്, നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും ഒക്കെ കൊടുക്കും, നല്ല വില കൂടിയ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മദറേ ആ സമയത്ത് പിള്ളേരെ പഠിക്കാൻ വല്ല കുറച്ച് പൈസ കൊടുത്താ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്താൽ അവർ രക്ഷപ്പെട്ടു പോലെന്ന് ചോദിച്ചു. അപ്പം മദർ പറഞ്ഞേ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടല്ലേ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ നോക്കി, ഞാൻ ഭക്ഷണം കൊടുത്തുള്ളാം. നിങ്ങൾ നാളെയെ പറ്റിയാണ് പറയുന്നത്. യു ആർ വർക്കിംഗ് ഓൺ ഇന്ത്യ ടുമോറോ. ഐ ആം വർക്കിംഗ് ഫോർ ഇന്ത്യ ടുഡേ. ഇന്ന് ഇന്ത്യയിലെ പട്ടിണി പാവത്തിനാണ് ഞാൻ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന നാളത്തെ എഞ്ചിനീയറും നാളത്തെ ഡോക്ടറും നാളത്തെ കളക്ടറേയും പറ്റിയാ ഞാൻ എൻ്റെ കൺസേൺ ഇന്നാ. ഒന്നും പിടികിട്ടിയില്ലല്ലേ? സാരമില്ല, പിടികിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മളെ നന്മയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. എന്താ യു ആർ എന്താ പറഞ്ഞേ? യു ആർ സ്പോയിലിംഗ് ദ പീപ്പിൾ, യു ആർ സ്പോയിലിംഗ് ദ പൂവർ. മദർ തെരേസ പറഞ്ഞേ, ഞാൻ അത്രയൊന്നും ഈ ദൈവം നമ്മളെ എന്തുമാത്രം സ്പോയിൽ ചെയ്യുന്ന നിങ്ങൾക്കറിയാം? ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്പോയിൽ ചെയ്യുക ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞതാ, ഞങ്ങളുടെ ആശുപത്രിയിലല്ല ഡിസ്പെൻസറിയിൽ കിടക്കുന്ന പ്രായമായൊക്കെ ഓക്സിജൻ ഞങ്ങൾ വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. ഓക്സിജന് നല്ല വിലയാണ്. പക്ഷേ ഈ തോന്നിയാസം നടക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഒക്കെ എന്തോരം ഓക്സിജനാണ് കർത്താവ് തരുന്നത്. ഈ സ്പോയിലിംഗ് യു. വെള്ളത്തിന് ഇപ്പോഴല്ലേ പൈസ കൊടുക്കേണ്ടി വന്നത്. ഒരു 25 കൊല്ലം 30 കൊല്ലം മുമ്പ് സെമിനാരിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു കേട്ടോ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളൊക്കെ അച്ഛന്മാരായി ശുശ്രൂഷ ചെയ്യുമ്പോൾ വെള്ളം വാങ്ങിച്ചു കുടിക്കേണ്ടി വരുമെന്ന്. അന്ന് ഞങ്ങൾ ആ അച്ഛനെ കളിയാക്കി ചിരിച്ചു. വലിയ ഫിലോസഫറൊക്കെയാണ് പറഞ്ഞു, വലിയ ഫിലോസഫർ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വെള്ളത്തിന് പൈസ കൊടുക്കുന്ന കാലത്തായിരിക്കും നിങ്ങൾ അച്ഛന്മാരാകാൻ പോകുന്നത്. അച്ഛനെ കളിയാക്കി ചിരിച്ചു. അച്ഛൻ മരിച്ചു പോയി, അച്ഛൻ സ്വർഗ്ഗത്തിൽ പോയി. പക്ഷേ ഇന്ന് നല്ല വെള്ളം കുടിക്കണമെങ്കിൽ, നല്ല വെള്ളമൊന്നുമല്ല, നല്ല വെള്ളമാണെന്ന് വിചാരിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. നമുക്ക് ഈ വെള്ളം നോക്കിയാൽ ഒരു കാലത്ത് വെള്ളം നിങ്ങളുടെ വീട്ടിലെല്ലാം പൈസ കൊടുത്താണ് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വില കൊടുത്ത് വാങ്ങിച്ച വെള്ളത്തിലെ കഞ്ഞി ഇടുന്നത്. ഹല്ലേലൂയ. ഗോഡ് ഈസ് സ്പോയിലിംഗ് us. ഇപ്പോഴും നമുക്ക് കുറച്ചൊക്കെ വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇച്ചിരി അതും തീരും. എല്ലാവരും വെള്ളം വാങ്ങിക്കുന്നൊരു കാലം വരാൻ പോവാ. ഹല്ലേലൂയ. പൈപ്പ് വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കണമല്ലോ, വാട്ടർ അതോറിറ്റിക്ക്. ഹല്ലേലൂയ. ഗോഡ് ഈസ് സ്പോയിലിംഗ് മാൻ. ദൈവം നമ്മളെ സ്പോയിൽ ചെയ്യുന്ന പോലെ അല്ലേ ഓരോന്നിനും എന്തിനെങ്കിലും ഉണ്ടോ? പറയാ മദർ തെരേസ പറയാ, കണ്ണിന് കാഴ്ചപ്പോൾ ഞാനൊക്കെ വെച്ചേക്കുന്ന കണ്ണാടി കണ്ടില്ലേ? കാണണമെങ്കിൽ കണ്ണാടി വെക്കണം. ഇവിടെ എത്ര പേരുടെ പലർക്കും ഇല്ല കണ്ണാടി. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ണിൻ്റെ അച്ഛനീ കണ്ണാടി വരിക വലിയ പാടാ വായിക്കാൻ. നിങ്ങൾ കണ്ണാടി വെക്കാത്തവരെ നിങ്ങളറിയുന്നുണ്ടോ നിങ്ങളെ ദൈവം സ്പോയിൽ ചെയ്യുന്നേ? കാശ് കൊടുത്താൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു പാവം ചേട്ടൻ, പോളിയേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്ന കണ്ണാടിയാണ്. എൻ്റെ കണ്ണാടിയെല്ലാം ഒരു ചേട്ടൻ തരുന്നതാണ്, ഫ്രീയാണ്. ഭയങ്കര വിലയാണെന്നാണ് പറയണേ.
എനിക്ക് ഫ്രീയാ, ഉണ്ടാക്കിക്കൊണ്ട് വരും പോളിയേട്ടൻ, കടുത്തുരുത്തിക്കാരൻ, പോൾ ഒപ്റ്റിക്കൽസ് എന്ന് മറ്റോ, പോട്ടെ പബ്ലിസിറ്റി വേണ്ട. ഹല്ലേലൂയ. കാണുന്ന കേൾക്കാൻ എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ചില ചേട്ടന്മാർ വെച്ചേക്കുന്ന കണ്ടില്ലേ, 10,000 രൂപ 20,000 രൂപ 50,000 രൂപയുടെ മെഷീൻ എടുത്ത് ചെവി വെച്ചിട്ടാണ് കേൾക്കുന്നത്. ഗോഡ് ഈസ് സ്പോയിലിങ് യു. നിനക്കൊരു മെഷീനും വേണ്ട ചെവി വെക്കാൻ. ഈ കേൾക്കാനായിട്ട് മെഷീൻ വെക്കണമായിരുന്നു. എൻ്റെ കാര്യം എന്തായിരുന്നേടാ കൊച്ചേ? ഞാൻ പറഞ്ഞില്ലേ എത്ര ലക്ഷമായിരുന്നു? 30 ലക്ഷമോ. വൈകിട്ട് വരും ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അപ്പനും അമ്മയും വൈകിട്ട് വരും. 2 ചെവിയിലും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇവിടെ എല്ലാം സർജറി ചെയ്ത് ഇതിനകത്തൊക്കെ കയറ്റി വെച്ചിരിക്കുക. 36 ലക്ഷം രൂപ. നിനക്ക് ചെവിയിലിടുന്ന സാധനത്തിന് പോലും 50 പൈസ ഉണ്ടോ? ഗോഡ് ഈസ് സ്പോയിലിങ് യു. ചെവി കേൾക്കണമെന്നും നിർബന്ധമൊന്നുമില്ല മക്കളെ. അത് തെരേസ പറഞ്ഞതാ. കാഴ്ച, കേൾവി. നിങ്ങൾക്കറിയാവോ, തൊണ്ടയിൽ കൂടെ ഭക്ഷണം ആക്കാൻ പറ്റാത്ത മനുഷ്യർ ആശുപത്രിയിൽ ചെന്ന് പൈപ്പിട്ടിട്ട് ഇതിലെ ഭക്ഷണം കൊടുക്കണം. ഈ ഭക്ഷണം വാങ്ങിക്കാൻ മാത്രം പൈസ, ഈ ട്യൂബിടാനും ഇതിന് നോക്കുന്ന നേഴ്സിനും ഡോക്ടറിനും പൈസ കൊടുക്കണം. നീ വായി വെക്കുന്നതിന് മുമ്പ് നിൻ്റെ വയറ്റിലെത്തിക്കഴിഞ്ഞു. ഗോഡ് ഈസ് സ്പോയിലിങ് അസ്. മദർ തെരേസ പറയല്ലേ, സത്യമല്ലേ? സത്യത്തിൽ ചിന്തിച്ചാലും നിങ്ങൾക്കറിയാവോ, ചില രാജ്യങ്ങളിൽ സൂര്യനില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യൻ ഉദയകാത്ത നമുക്ക് ഇഷ്ടംപോലെ പ്രകാശമാണ്, സോളാർ വെട്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഗോഡ് ഈസ് സ്പോയിലിങ് അസ്. ഗോഡ് ഈസ്. മഴ പെയ്യാത്ത രാജ്യങ്ങളുണ്ട്. നമ്മുടെ പറമ്പിൽ കാശുള്ളവൻ പൈപ്പൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പൈപ്പ് വെച്ച് അടിക്കാൻ തുടങ്ങി. പണ്ട് മഴവെള്ളത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഗോഡ് ഈസ് സ്പോയിലിങ് അസ്. ചെടിയും പൂന്തോട്ടമുള്ളവർക്ക് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് എന്നിട്ട് ആകാശത്തോട്ട് നോക്കുന്നത് മഴ പെയ്തിരുന്നെങ്കിൽ. ഗോഡ് ഈസ് സ്പോയിലിങ് അസ്. ദൈവം നമ്മളെ വഷളാക്കിക്കൊണ്ടിരിക്കുക മക്കളെ. ദൈവം നമ്മളെ വല്ലാണ്ട് വഷളാക്കിയിരിക്കുക. നമുക്കെല്ലാം ഉണ്ടെന്ന്, എല്ലാം ഉണ്ട്, ഒന്നിനൊരു കുറവൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ നടന്നു പോണെന്ന്, ഇപ്പൊ എന്തൊക്കെ വണ്ടിയാ ഉള്ളത്, എന്തൊക്കെ വണ്ടിയാ. എത്ര കോടി രൂപയുടെ വണ്ടിയാണ് വേണ്ടത്? കിട്ടും. ഇപ്പം വഴി കൂടെ ഓടുന്ന ചില വണ്ടിയൊക്കെ പറയും 3-4 കോടി രൂപയുടെ കാറൊക്കെ കോട്ടയത്തൂടെ ഓടുന്നുണ്ട്. 3-4 കോടിയുടെ 150 രൂപയുടെ സൈക്കിൾ വാങ്ങിക്കാനില്ലാഞ്ഞവരാണ് നമ്മൾ. പണ്ട് സൈക്കിളിന് വില 60 രൂപ 70. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ 70 രൂപയുള്ളൂ സൈക്കിൾ വാങ്ങിക്കാൻ. 70 രൂപ. കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയും കൊണ്ട് മനുഷ്യന്മാർ നടന്നുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. പണ്ട് അസുഖം വന്നാൽ ഇങ്ങനെ തുണി കെട്ടി കോരിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇന്ന് നല്ല ആംബുലൻസ് കിടക്കുന്നത്. പോട്ടെ. ഗോഡ് ഈസ് സ്പോയിലിങ് അസ്. തണുപ്പ് വേണേൽ എയർ കണ്ടീഷൻ, ചൂട് വേണമെങ്കിൽ എയർ ഹീറ്റർ, ഹീറ്റിംഗ് സിസ്റ്റം. ഭക്ഷണം വേണമെങ്കിൽ പണ്ടൊക്കെ അടുപ്പിൽ തീ കത്തിച്ച് വേണം, വേണ്ട, ഒന്ന് മെഷീനെ പിടിച്ച് ഞെക്കിയാൽ മതി. കാപ്പി ഇതേ ഉണ്ടായി വന്നു. എല്ലാം ചൂടാക്കാൻ, തണുപ്പിക്കാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗോഡ് ഈസ് സ്പോയിൽ. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്തുമാത്രം. പണ്ട് വേനലാണെങ്കിൽ ചൂടാണെങ്കിൽ തണലത്തിരിക്കും. ഇപ്പം എല്ലാ വസ്ത്രങ്ങളും ഉണ്ട്, എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ഒരു താങ്ക് യു പറയാൻ നമുക്ക് പറ്റുന്നില്ല? ദൈവമേ നീ എന്നെ വല്ലാതെ വഷളാക്കിയല്ലോ എന്ന് എന്തുകൊണ്ട് ഒരിക്കലെങ്കിലും പറയണം. ദൈവമേ നീ എന്നെ വല്ലാതെ വഷളാക്കി കേട്ടോ, നീ എന്നെ അല്പം പിടിച്ചിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടെ നന്നായിട്ട് ജീവിച്ചു. ദൈവം ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, ദൈവം നമ്മളിത് മുറുക്കെ പിടിച്ചിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ചില മക്കളിങ്ങനെ വരും, പ്രാർത്ഥിക്കാൻ വരും, അപ്പനില്ല. മക്കളെയും കൂട്ടി അമ്മമാർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് ഞാൻ പറയും, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ യു വിൽ ബി ദ ബെസ്റ്റ്. അപ്പനില്ലാത്തതൊരു നന്മയാണെന്നും അമ്മയില്ലാത്തത് നന്മയാണെന്നും ഞാൻ ഈ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഞെരുക്കം അറിയാം. ഒരു പുസ്തകം വാങ്ങിക്കാൻ നേരത്തെ പുസ്തകം വാങ്ങിക്കാൻ നിങ്ങളുടെ അമ്മയുടെ കാശുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ അപ്പനറിയത്തില്ലായിരുന്നു. നിങ്ങൾ ഞെരുക്കത്തിലൂടെ വന്നതാ. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ജീവിതത്തെ മുഴുവൻ ഒരു അനുഗ്രഹമായിട്ടും ഒരു കൃപയായിട്ടുമൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത്? ജീവിതത്തിന്റെ ഒരു വേദന, ജീവിതത്തിന്റെ ഒരു സങ്കടം, ഒരു ബന്ധപ്പാട്, ഒരു പ്രതിസന്ധി, ഒരു സങ്കടം ഒക്കെയാ ഇവിടെ 99% പേരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ജീവിതത്തിലെ പ്രതിസന്ധികൾ തന്നെയാ. ഒരച്ഛനുമല്ല നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ഒരു ധ്യാനവും അല്ല, ഒരു ധ്യാനഗുരുവല്ല നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ സഹനങ്ങളാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ വേദനകളാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഇല്ലായ്മകളാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ കുറവുകളാണ് നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചപ്പോഴാ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളപ്പോൾ. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചത് എന്നായിരുന്നു?
ജീവിതത്തിൽ അത്ര വലിയൊരു വേദനയിലൂടെ കടന്നു പോയപ്പം ഹല്ലേലൂയ, ഗോഡ് ഈസ് സ്പോയിലിംഗ് us. സത്യമല്ലേ മക്കളെ? ഈ കുർബാന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ശരിക്കൊന്നും മനസ്സിലായല്ലേ? ദൈവം നമ്മളെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ അലസന്മാരാക്കി, മടിയന്മാരാക്കി, കുഴിമടിയന്മാരാക്കി കർത്താവ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ ബലം നമുക്കറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളില്ലാത്തൊരു കാലമാണ്. ഇപ്പം എല്ലാവരുടെയും ബൈബിളുണ്ട്, ഇഷ്ടംപോലെ ബൈബിളായി. ഇപ്പം നമുക്കറിയില്ല മലയാളത്തിൽ ബൈബിൾ എന്നാ തുടങ്ങിയത് നിങ്ങൾക്കറിയാവോ? മലയാളത്തിൽ തുടങ്ങിയ ഒരു 50 വർഷം മുമ്പ് ബൈബിളില്ലായിരുന്നു. സത്യവേദ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി കൂടെ പഴക്കം, അതിനപ്പുറത്തൊന്നും ഇല്ല. ബൈബിളിന് എന്തോരം പഴക്കമുണ്ട് മക്കളെ. നമ്മുടെ ഒരു 3 ജനറേഷൻ ഉള്ളൊരു ബൈബിൾ വായിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് എത്ര ബൈബിൾ വേണമെങ്കിലും വാങ്ങിച്ചു വെക്കാം. മക്കൾ ഇങ്ങനത്തെ ശുശ്രൂഷകളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ ശുശ്രൂഷകളില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വലിയ കരുണയും ദൈവത്തിന്റെ ഒരു വലിയ പരിഗണനയും ദൈവത്തിന്റെ ഒരു വലിയ പരിപാലനയുമായത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് അവിടുന്ന് പറഞ്ഞതിനാൽ യഹൂദർ പരസ്പരം അവനെതിരെ പിറുപിറുത്തു. കുർബാന ഒരു തർക്ക വിഷയമാണ് മക്കളെ. കുർബാന ഒരു വഴക്കിന്റെ കാരണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിൻ്റെ കഥയൊന്നുമല്ല അച്ഛൻ പറയണത്. കുർബാനയിലെ ക്രിസ്തുവിനെ തിരിച്ചറിയണോ വേണ്ടയോ, ഇത് കാലാകാലങ്ങളായിട്ട് പ്രശ്നമാണ്. ആര് എന്ന് കുർബാനയിലെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നുവോ, കുർബാനയിലെ ക്രിസ്തുവിന്റെ ബലി മനസ്സിലാക്കുന്നുവോ, കുർബാനയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു, അന്നത്തെ ജീവിതം മാറും. ഇത്തിരി മുമ്പ് തിരക്ക് പിടിച്ച് കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ നിൽക്കുന്ന ഞാൻ കണ്ടു. എന്തിനാ നിങ്ങൾ തിരക്ക് കൂടിയത്? കുർബാനയ്ക്ക് കൂടിയിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കുറവല്ലേ? അല്ലാതെ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ എന്റെ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി ആരിവിടെ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്? ആ കുർബാന സ്വീകരിച്ചാൽ എന്റെ കുടുംബ പ്രശ്നം മാറിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആര് കുർബാന സ്വീകരിച്ചിട്ടുണ്ട്? ഞാൻ ആ കുർബാന സ്വീകരിക്കുമ്പോ എന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും കുർബാന സ്വീകരിച്ചോ? ഇല്ല. ഞാൻ കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞില്ല, കഴിഞ്ഞ കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് സുഖപ്പെടാൻ, എന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന്, എന്റെ കുഞ്ഞ് സുഖപ്പെടാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം നീ എന്ന് കുർബാനയെ മനസ്സിലാക്കുന്നുവോ അന്ന് നീ രക്ഷപ്പെടും പൈതലേ, അന്ന് നീ രക്ഷപ്പെടും. ഞാൻ കുർബാന ചൊല്ലിയിട്ട് തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? സത്യം പറയാം, ഇന്നും കുർബാനയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കുർബാനയെ അറിയുന്നില്ല, കുർബാനയെ സത്യമായും അറിയുന്നില്ല, കുർബാനയെ സത്യമായിട്ടും അറിയത്തില്ല. ഹല്ലേലൂയ. അറിയുമെങ്കിൽ അങ്ങനൊന്നും കുർബാനയെല്ലാം പറ്റത്തില്ലെന്നേ. അറിയുമെങ്കിൽ അങ്ങനൊന്നും കുർബാനയെല്ലാം പറ്റും. അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ പുരോഹിതനാകാഞ്ഞത് എനിക്ക് കുർബാന ചൊല്ലാൻ കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് കുർബാന ചൊല്ലാൻ കഴിവില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് യോഗ്യതയില്ലെന്ന്. ഞാനൊരു പുരോഹിതനായാൽ ദിവ്യകാരണത്തിലെ ഈശോയെ എന്നും ഞാൻ കൈകൊണ്ട് എടുക്കണം, അങ്ങനെ എടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യർ കുർബാന അച്ഛനാകാതിരിക്കുന്നത് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്ക് അനേകം വിശുദ്ധരുടെയൊക്കെ കഥ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അച്ഛന്മാർക്ക് ഈ വിരൽ വേണം, തള്ളവിരലില്ലെങ്കിൽ അച്ഛൻ ഇവിടെ നോക്കിയിരുന്നു. നിങ്ങൾക്ക് അത് കേൾക്കണം, ഇവിടെ നോക്കണം. ലുക്ക് അറ്റ് മീ, ഇവിടെ നോക്കുക. ചേച്ചിയുടെ പറയുന്നത്, എൻ്റെ പൊന്നി ചേച്ചി ഇവിടെ നോക്കിയിരിക്കുക, മുമ്പിൽ വന്നിട്ട് ബോർഡ് നോക്കിയിരിക്കുക. സാരമില്ല, നമുക്ക് ബുദ്ധിയുണ്ട്, ആ മനുഷ്യന് ബുദ്ധിയില്ല, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ സെയിമാന്നേ. ബ്രെയിൻ്റെ അളവ് മാറിയ നമ്മളും അതുപോലെയൊക്കെ, അങ്ങോട്ട് നോക്കാനൊന്നും ഇല്ല. എല്ലാവരും ഒക്കെ ഇത്രയേ ഉള്ളൂ. ആരെയും വിധിക്കൊന്നും വേണ്ട. നമ്മൾ ബ്രെയിനിച്ചിലൊന്ന് ചുരുങ്ങിയാൽ നമ്മളൊക്കെ എങ്ങനെയാ? എല്ലാം ഒരു പാഠമാന്നേ, എല്ലാം ഒരു പാഠമാ. നിങ്ങളുടെ അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഉണ്ടായേ. നേരത്തെ പറഞ്ഞ ഗോഡ് ഈസ് സ്പോയിലിംഗ് us, ഗോഡ് ഈസ് സ്പോയിലിംഗ് us. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. തെളിവ് തന്നു കർത്താവ്, ഒരു അടയാളം കയറ്റി വിട്ടതാ ഇതിനകത്തൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ കൈ കൂപ്പിക്കോണം. ദൈവമേ, അറിയാതെ ദൈവത്തെ വിളിച്ചോണം. ഹല്ലേലൂയ.
മക്കളെ, നമ്മളൊക്കെ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമ്മൾ എന്തുമാത്രം നമ്മൾ അറിഞ്ഞില്ലേലും ദിവ്യകാരുണ്യം നമ്മളെ അറിയുന്നുണ്ട്. നമ്മളെ അറിയുന്നൊരു ദിവ്യകാരുണ്യമുണ്ട് മക്കളെ. നീ ഇതൊക്കെ സ്വീകരിക്കുമ്പോഴേ കണ്ടിട്ടുണ്ട് ഞാൻ. ചില മനുഷ്യരൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് അവരുടെ ജീവിതമൊക്കെ മാറിപ്പോയി. നമ്മുടെ MSFSൽ ഒരു അച്ഛനുണ്ട്. പട്ടം കിട്ടിയത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 70-ാം വയസ്സിലാണ്. അച്ഛൻ്റെ കുമ്പസാരത്തിന് കേട്ടത് ഞാനാണ്, അതുകൊണ്ട് എനിക്കറിയാം. അച്ഛൻ്റെ ഭാര്യ മരിച്ചു, അച്ഛൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചു, ഇവരൊക്കെ നല്ല ജോലി. അച്ഛൻ സൗദി അറേബ്യയിലായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സൗദി അറേബ്യയിലായിരുന്നു. അച്ഛൻ്റെ വീട്ടിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഭാര്യ മരിച്ചു. ഈ മനുഷ്യൻ ആ കുർബാനയുടെ മുമ്പിൽ രാവും പകലുമില്ലാതിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവും പകലുമില്ലാതെ ഈ മനുഷ്യരുന്ന്, ഞാൻ കഥ എങ്ങാണ്ടത്തെ കഥയല്ല, ഏറ്റുമാനൂരെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവും പകൽ, നമുക്കൊന്നും ധൈര്യമില്ല, നമുക്ക് ബോധവും ഇല്ല. രാവും പകലുമില്ലാതെ ഈ മനുഷ്യൻ കുർബാനയുടെ മുമ്പിലിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ കുർബാനയെല്ലാം വന്ന് അച്ഛനോട് പറഞ്ഞു, എനിക്ക് കുർബാന അച്ഛനാകാനെന്ന് ചോദിച്ചില്ല, എന്നൊരു ഡീക്കനാക്കാവോ എന്ന് ചോദിച്ചു, ഒരു കുർബാനയുടെ ശുശ്രൂഷകനാക്കാവോ എന്ന് ചോദിച്ചു. അച്ഛനും നോക്കിയപ്പോൾ ശരിയാണ്, ഇയാളുടെ വീട്ടിലെ കുർബാന ഇതല്ല. അദ്ദേഹം എനിക്കൊന്ന് ഡീക്കനായി. പിന്നീട് ഭാര്യ മരിച്ചുപോയി, സെലിബ്രേറ്റായിട്ട് ജീവിക്കാം, മക്കളുണ്ട്, മക്കളും എല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം, ഇന്ന് അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തപ്പിപ്പിടിച്ചു, കാര്യസ്വാനിലുണ്ട് അച്ഛൻ. കുർബാനയെ സ്നേഹിച്ച്, കുർബാനയെ ഇങ്ങനെ എന്നും കയ്യിലെടുക്കാനൊരു കൊതി, കുർബാനയോടൊരടുപ്പം, ദൈവത്തോടൊരടുപ്പം. ഇത് അങ്ങനെയുള്ളവരെ അച്ഛനാകാൻ പാടുള്ളൂ, അങ്ങനെയുള്ളവരെ അച്ഛനാകാൻ പാടുള്ളൂ, അങ്ങനെയുള്ളവരെ കുർബാന സ്വീകരിക്കാൻ വരാവുള്ളൂ. ഓടിപ്പിടിച്ച് ക്രിസ്ത്യാനിക്ക് കുർബാനക്കിടയ്ക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ടൊന്നും കുർബാന സ്വീകരിക്കില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാണേ, ചോര പൊടിയുന്നവൻ്റെ മാംസമാണ്. ചോര പൊടിയുന്ന ക്രിസ്തുവിൻ്റെ മാംസമാണ് കുർബാന. ഒരു ഹല്ലേലൂയ വേണമെങ്കിൽ പറയാം. ഇപ്പം ദേവങ്ങളെ ഇതാ തിരിച്ചറിയണം. കുർബാന ഇനിയെങ്കിലും കുർബാന സ്വീകരിക്കുന്ന 1 മിനിറ്റ് മുമ്പ് ബെല്ലടിച്ച് നിർത്ത്. ഓടരുത്, കുർബാനയ്ക്ക് നിങ്ങൾ ഓടരുത്, അവിടെ നിൽക്കണം. കണ്ണടച്ച് കൈകൂപ്പി ആ ദിവ്യ കുഞ്ഞാട് ബലിയർപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കുർബാന സ്വീകരിച്ചു. ഓടിപ്പോയി സ്വീകരിക്കില്ല. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ നമ്മൾ ഇതിനെ ചെയ്യണേ. വി ഡു നോട്ട് ബിലീവ് മക്കളെ. നമുക്ക് അത്രമേലൊന്നും ആശ്രയിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ, ഇവനങ്ങനെ സ്വർഗത്തെ നോക്കിയേ. ഡു നോട്ട് ലിമിറ്റ് യുവർ ഗോഡ്. നമ്മളൊക്കെ കുർബാനയിൽ ഈശോയെ ലിമിറ്റ് ചെയ്യുക. നമ്മൾ സഭയൊക്കെ വല്ലാതെ ലിമിറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. ഞങ്ങൾ അച്ഛന്മാർ പൗരോഹിത്യത്തെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റർമാർ സന്യാസത്തെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, വിശ്വാസികൾ വിശ്വാസത്തെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡു നോട്ട് റെഡ്യൂസ് ദ ഫെയ്ത്ത്. നിന്റെ വിശ്വാസത്തെ ചുരുക്കി കാണല്ല. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. വില കെട്ടതൊന്നുമല്ല മക്കളെ ഈ പൗരോഹിത്യം, വില കെട്ടതൊന്നുമല്ല ഈ സന്യാസം, വില കെട്ടതൊന്നുമല്ല ഈ വിശ്വാസി എന്ന് പറഞ്ഞ അവന്റെ ജീവിതം. കുർബാന സ്വീകരിച്ച വിശ്വാസി വിലകെട്ടവനല്ലെന്ന്. നമുക്കൊരു വിലയുണ്ട്, പൗരോഹിത്യത്തിനൊരു വിലയുണ്ട്, ഒരു പുരോഹിതന്റെ ആശീർവാദത്തിന് വിലയുണ്ട്. കുർബാനയെ നമ്മൾ ആരാധിക്കും, നമ്മൾ രഹസ്യത്തിൽ കയറണം. ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിയാം ഇതെന്നാന്നുള്ളത്. നമ്മൾ ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പിന്നെങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മനുഷ്യന്മാർക്ക് യേശു ക്രിസ്തുവാന്നൊരു തിരിച്ചറിവ് കിട്ടിയിരുന്നെങ്കിൽ, യേശുവിൻ്റെ സമയത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർക്ക് തങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ 30 വയസ്സുകാരൻ, 31 വയസ്സുകാരൻ, 32 വയസ്സുകാരൻ, 33 വയസ്സ്, ഞങ്ങൾ കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്നൊരു വെളിവുണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നോ? ദൈവമക്കളെ, സഭാപിതാക്കന്മാർ പറയും അവരെ വിട്. ഈ അപ്പത്തില് ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഈശോയെ സ്വീകരിക്കുമായിരുന്നോ?
കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് വിമലേരി കുർബാനയ്ക്ക് വിടുന്നവനാണ്. 10 വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുർബാന കൊടുക്കാൻ നേരത്ത് ഞാൻ കുർബാന കാണിച്ച് പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അവനെന്തായാലും വ്യഭിചാരം ചെയ്തിട്ടില്ല, അവനെന്തായാലും കൊലപാതകം ചെയ്തിട്ടില്ല, അവനെന്തായാലും ബാങ്ക് കൊള്ളയടിക്കാനൊന്നും പോയിട്ടില്ല. ഒരു കൊച്ചു കുഞ്ഞ്, അവൻ്റെ മനസ്സിൽ കിട്ടിയൊരു വെളിവ് നോക്കണേ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താടാ കൂട്ടാ നീ കുർബാന സ്വീകരിക്കാൻ? ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പച്ചാ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ 7 8 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് അവനോട് ഭയങ്കര അബദ്ധവും. അവൻ അച്ഛനാ ഉറപ്പാണ്. എനിക്ക് അവൻ ഉറപ്പായിട്ട് അവനൊരു വൈദികനാവും. അവൻ ചില സമയത്തൊക്കെ കാണിക്കുന്ന ഒരു പരിപാടി കാണും, മുട്ട കുത്തി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. അവൻ വേറെ ഏതാണ്ട് ലോകത്തിലാണ് നിൽക്കുന്നത്. സത്യമായിട്ട് നമ്മളൊക്കെ വേറെ ഏതോ ലോകത്തിലാ മക്കളെ നിൽക്കുന്നത് കുർബാനയുടെ മുമ്പില്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ഈ കുർബാനയൊന്ന് തിരിച്ചറിവ് നിനക്ക് നിന്നെ പറ്റിയുള്ള തിരിച്ചറിവായിട്ട് മാറും. ഈ കുർബാനയെ തിരിച്ചറിയുമ്പോൾ പിന്നെങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. നീ സ്വീകരിക്കുമ്പോൾ നീ എങ്ങനെ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്ന പ്രവാചകന്റെ പ്രതിഫലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദിവസങ്ങളുണ്ട് പറയണ്ട, ശരിയല്ല, വിട്ടകം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. വീണ്ടും നോക്കി, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? റിപ്പറ്റീഷൻ വരുന്നുണ്ടോ? എൻ്റെ പിതാവ് അയച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും പറയാ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കില്ല. പ്രാർത്ഥനയോടൊരു ആകർഷണം എന്ന് പറയുന്നത്, ദിവ്യകാരുണ്യത്തോടൊരു ആകർഷണം എന്ന് പറയുന്നത്, നമ്മളിവിടെ ശുശ്രൂഷിക്കുന്ന കുറച്ചധികം മക്കളുണ്ട്. ഒരു 100-150 പേരെങ്കിലും ദിവസം എല്ലാ ആഴ്ച വരുന്നുണ്ട്. 100-300 പേരോളം ഉണ്ട് ലിസ്റ്റിൽ. ഒരു 100-150 പേരെന്തായാലും ഇവരെന്തിനീ വരുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരാകർഷണം ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ഇവര് വിചാരിക്കുന്ന ഒരു വിശുദ്ധീകരണം, ഇവരുടെ ജീവിതത്തിൽ ഇവരെ സ്വീകരിക്കുന്നുവെന്ന് കരുതുന്ന ഒരു കൃപ, ഇവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എന്തിനേ കയറുന്നു ഭ്രാന്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ വചനം പറഞ്ഞ് 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 അച്ഛൻ വചനമായി തീരുന്നൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. ഈ വചനം പറഞ്ഞ് 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 അവസാനം വചനം മാത്രമായിട്ട് അച്ഛൻ മാറുമെന്ന് അച്ഛന് ചിന്തയുണ്ട്. പിടികിട്ടാഞ്ഞിട്ടാണോ താല്പര്യമില്ലാഞ്ഞിട്ടാണോ ഒരു ഹല്ലേലൂയ പറഞ്ഞാല്? അവളിതൊക്കെ നിങ്ങളുടെ കാര്യം. ബൈബിളൊക്കെ എഴുതുന്ന ചില മനുഷ്യര്, ബൈബിളൊക്കെ എഴുതുന്ന ചില മനുഷ്യർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, UK എന്ന് വന്ന ഇംഗ്ലീഷിലെ പുതിയ നിയമം മുഴുവൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുക. ഇവിടുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടതാ, ഓൺലൈനിൽ കേട്ടതാ ബൈബിൾ എഴുതാൻ. അടുത്ത തവണ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ന്യൂ ടെസ്റ്റമെന്റ് മുഴുവൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുക ചേച്ചി ഇവിടെ. ഹല്ലേലൂയ. അവളെ കുടുംബം ഇങ്ങനെ അഭിഷേകം പ്രാപിക്കുക. ഞാൻ പറയുന്നത് അവരത് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണില്ല. അവരുടെ കുടുംബത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. എന്റെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യമാ, ഐ എം ചാലഞ്ചിങ് യു. എനിക്ക് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാ. നിന്റെ ജീവിതത്തിൽ എന്താടാ കൊച്ചി ഒരു അത്ഭുതമില്ലാത്തത്? റീസൺ മക്കളെ ഉണ്ട്. ഒരു അത്ഭുതം എന്താ നടക്കാത്തൊരു കാരണമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് തിരിച്ച് നാട്ടിൽ വരുന്നതിന് ഒരു നേർച്ചയാ. നാട്ടിൽ പോകുന്നതിന് സുവിശേഷം മുഴുവൻ എഴുതിക്കൊണ്ട് പോകും. സുവിശേഷ പുതിയ നിയമം മുഴുവൻ എഴുതിക്കൊണ്ട് പോവുക. അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എല്ലാം ഒന്നും നിറവേറ്റാൻ പറ്റുന്നതല്ല, പക്ഷെ തീരുമാനങ്ങൾ എടുക്കണം, എഴുതി തുടങ്ങണം, വായിച്ചു തുടങ്ങണം, പറഞ്ഞു തുടങ്ങണം. ഇന്നലെ ഒരു 17-18 വയസ്സിലെ പെങ്കൊച്ച് അവള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ആശീർവാദം എന്താ? എന്തിനാടിവേ? മിഷന് പോവുക. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവള് മിഷന് പോയി. എങ്ങാണ്ടോ ഇവിടെ ഡൽഹിയിൽ എങ്ങാണ്ടോ, ഇപ്പോഴും എങ്ങാണ്ട് ജാർഖണ്ഡോ എങ്ങാണ്ട് പോയിരിക്കുക. ഇന്നങ്ങാണ്ട് പോകുമെന്ന് തോന്നുന്നു.
മിഷന് പോകാൻ ഒരു ആശീർവാദം. 18 വയസ്സുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞു നീ പോയില്ലും മഠത്തിലും ചേരാടി എന്ന് പറഞ്ഞു. അവളെന്നെ നോക്കി ചിരിച്ചു. മഠത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞപ്പോൾ അവളെന്നെ നോക്കി ചിരിച്ചു. അവൾക്ക് തോന്നിക്കാണ് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ മഠത്തിൽ ചേർന്നാൽ പറ്റത്തില്ലെന്ന്. അവൾ പോയിരിക്കുക, അപ്പൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചോണ്ട് പോയിരിക്കുക സുവിശേഷം പ്രസംഗിക്കാൻ. ഞാൻ ചോദിച്ചു നിനക്കെന്നാ ഭാഷ അറിയാം? ഭാഷയൊക്കെ പഠിച്ചു, ഹിന്ദിയൊക്കെ പഠിച്ചു. നമ്മളെ ഒരു പെൺകൊച്ചിൻ്റെ തീക്ഷ്ണത കണ്ടോ? 18 വയസ്സുള്ള അല്ലെങ്കിൽ +2 കഴിച്ചൊരു പെൺകുട്ടിയുടെ തീക്ഷ്ണത ഞാനിപ്പോൾ അതിനെ മര്യാദയ്ക്ക് പഠിച്ച് പെട്ടെന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് വല്ല ഇംഗ്ലണ്ടിലോ വല്ല ഓസ്ട്രേലിയയിലോ ഇതോ കാശ് ഉണ്ടാക്കി ഒരു കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരെ. ഇതിങ്ങനെ കയറി വരിക, അസ്ഥി കൂടെ കയറി വരിക. ക്രിസ്തുവെന്ന പവർ, ക്രിസ്തുവെന്ന അത്ഭുത ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. വീണ്ടും പറയാം, അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. മരിച്ച ശവപ്പെട്ടി വെച്ച് കഴിയുമ്പം ഞാൻ നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്ന ആയിക്കോ. പക്ഷെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ പ്രോജക്റ്റുകൾ തീരുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ആരംഭിക്കും. എനിക്ക് ഈ വാക്യത്തിന് പരിശുദ്ധാത്മ തരുന്ന വ്യാഖ്യാനം ഇതാ. നിന്റെ അന്ത്യദിനം, സെബാസ്റ്റ്യൻ, യുവർ ലാസ്റ്റ് ഡേ വിൽ ബി ദ ബിഗിനിങ് ഓഫ് ഗോഡ്സ് ഡേ. ഞാൻ എൻ്റെ പദ്ധതിയും എൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നിർത്തുന്നെന്ന് ദൈവം ദൈവത്തിന്റെ പ്രവർത്തികളുമായിട്ട് ദൈവത്തിന്റെ പ്രോജക്റ്റും ദൈവത്തിന്റെ പ്ലാനും ആരംഭിക്കും. നേരത്തെ ചോദിച്ചില്ല നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാത്തതെന്ന്. ഇന്നും ഞാൻ എൻ്റെ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമില്ലാത്തത്. നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പറയണേ. ഒരു ചെറിയ ജീവിതം കൊണ്ടൊക്കെ ഇരിക്കുന്നവരാക്കി ഇതൊക്കെ എൻ്റെ ജീവിതം ഉണ്ടടാ മോനെ, നിന്റെ ജീവിതത്തിലെ കാര്യം പറയണേ. പറഞ്ഞല്ലേ, അവന് എവിടെയാ പോയത്? ന്യായം 10 കിലോമീറ്റർ 10 മൈലങ്ങടെ ദൂരം. ഈശോ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ദൂരം ആ വട്ടത്തിലെ ഈശോ കൊടുത്ത് കറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ജെറുസലേമിൽ പോയിട്ടുണ്ട്. നോക്കിയോ മക്കളെ, അവൻ ന്യായമേൽ വന്നു. കറക്റ്റ് ടൈമാ. വിധവയുടെ മോൻ മരിച്ച സമയത്താ വന്നത്. അവനവിടെ എത്തേണ്ട യാതൊരു കാര്യവുമില്ല. ലാസർ മരിച്ചിട്ട് വരാത്ത കർത്താവാ. എന്ത് മര്യാദയല്ല സത്യത്തില്. ലാസർ മരിച്ചപ്പോൾ എത്ര 8 കിലോമീറ്റർ അങ്ങേപ്പുറത്തുണ്ടായിരുന്നു. 8 കിലോമീറ്ററോ അങ്ങനെ ദൂരം. നടന്നാൽ എത്താവുന്ന ദൂരമുള്ളത്. വേണമെങ്കിൽ അന്ത്യശാസ്ത്രം മരിക്കുന്നത് വന്ന് നേരെ എഴുന്നേൽപ്പിക്കായിരുന്നു. ഇതവസാനം ചീഞ്ഞഴുകിയിട്ടാണ് പിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. പക്ഷെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ കൊണ്ട് കുഴി കൊണ്ടേ വെക്കുന്നതിന് ഈശോ വന്നു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട് മക്കളെ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെയൊക്കെ പ്രോജക്റ്റുകൾ മാർത്തായ്ക്കും മറിയത്തിനും അറിയാൻ അവരുടെ പ്രോജക്റ്റിൻ്റെ പകരമാണ് ഈശോ വന്ന് അവനെ ഉയർപ്പിക്കുക എന്നുള്ളത്. അത് മാർത്തായുടെ പ്രോജക്റ്റായിരുന്നു, അത് മറിയത്തിൻ്റെ പ്രോജക്റ്റായിരുന്നു, അത് ക്രിസ്തുവിൻ്റെ പ്രോജക്റ്റ് അല്ലായിരുന്നു. പക്ഷേ ഈ വിധവയുടെ പ്രോജക്റ്റിൽ ഇതില്ല. അവളുടെ പ്രോജക്റ്റ് കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രോജക്റ്റ് ആരംഭിക്കുക, അടുത്ത ചാപ്റ്റർ ആരംഭിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ മാത്രം മരുന്നതിന് ഹല്ലേലൂയ പറഞ്ഞ് വിട്ടുകളയല്ലേ മക്കളെ. ലോകത്തിന്റെ കണക്കുകൂട്ടലുമായിട്ടിരിക്കല്ല, ദൈവത്തിന്റെ കാരുണ്യവുമായിട്ട് കുറച്ചു നേരം കുത്തിയിരിക്കണം. ലോകത്തിന്റെ കണക്കുകൂട്ടലുമായിട്ടിരിക്കല്ല, ദൈവത്തിന്റെ കാരുണ്യവുമായിട്ട് കുറച്ചു നേരം ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യദിനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. ഒരു വാക്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വചനം കേട്ടോ, നമുക്ക് വചനം പിടികിട്ട. ദൈവത്താൽ വചനം പഠിപ്പിക്കപ്പെടണം. സവാശ്രയിച്ച വചനം പഠിപ്പിച്ച കാര്യമില്ല. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവര്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബൈബിളിൽ ഉണ്ടായാനിപ്പോൾ ഞാൻ പറയാം. ഹെബ്രായ ലേഖനത്തിൽ ഇന്നലെ നിങ്ങൾ പള്ളിയിൽ പോയെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നലെ വായിച്ചത് കുരിശിൻ്റെ പെരുന്നാളിൽ വായിച്ച വായനയിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടുകൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു.
അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. സത്യം പറയും, മിനിഞ്ഞാന്ന് വരെ എനിക്ക് വചനത്തിന് അർത്ഥം അറിയില്ല. ബൈബിള് പഠിപ്പിക്കാൻ അധികാരമുള്ള ഡോക്ടറേറ്റ് ഉള്ള ഒരു അച്ഛനെ ഇത് പറയുന്നതും കൂടെ നിങ്ങൾ കേട്ടോണം. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ബൈബിള് പഠിപ്പിക്കാൻ അധികാരമുള്ള, ഞാൻ ഇത് നിങ്ങളുടെ കുമ്പസാരം പറയുന്നത്, എനിക്കിതിന്റെ വ്യാഖ്യാനം ഇന്ന് വരെ അറിയത്തില്ലായിരുന്നു. എൻ്റെ രീതിയിലൊക്കെ ഞാൻ ഇതിന്റെ ഒരു വ്യാഖ്യാനം എനിക്ക് കിട്ടിയില്ല. മിനിഞ്ഞാന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു ഇങ്ങനെ കുരിശിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുക. ഗത്സമൻ തോട്ടത്തിൽ കിടന്ന് കർത്താവ് പ്രാർത്ഥന കേട്ടോ. ഇതെന്താ ഹെബ്രായ ലേഖനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് എവിടെ കേട്ടെന്ന് പറയണേ? ആ ക്രിസ്തുവല്ലേ കുരിശിൽ തൂക്കി മരിച്ചത്? ആ ക്രിസ്തുവിനല്ലേ മണ്ണി കൊണ്ട് കുഴിച്ചിട്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കർത്താവ് ഒരു വ്യാഖ്യാനം തന്നു. അവന്റെ പ്രാർത്ഥന എന്താ അറിയോ? അവൻ കുരിശിൽ മരിക്കുക എന്നുള്ള ആ നിയോഗത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചത്. അവൻ കുരിശിൽ നിന്നും ഇറങ്ങി വന്നിരുന്നെങ്കിൽ അവൻ പിന്നെ ക്രിസ്തുവല്ല. ജീസസ് becomes Christ on the cross. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ അവൻ കുരിശിൽ മരിച്ചില്ലെങ്കിൽ അവൻ പിന്നെ ക്രിസ്തുവല്ല. അവൻ പ്രാർത്ഥിച്ചത്, അപ്പാ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ നീ എന്നെ അയച്ചു. ജനം കാത്തിരുന്ന ക്രിസ്തു മിശിഹ ഞാനാ. അവന്റെ പ്രാർത്ഥന കേട്ടു. പിടികിട്ടിയോ നിങ്ങൾക്ക്? എനിക്കറിയില്ല. അവൻ പ്രാർത്ഥിച്ചത് ഈ കുരിശിൽ മരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാ. അവൻ പ്രാർത്ഥിച്ചത് കുരിശിൽ ഇതാ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ നേരം അബ്രഹാം വാളുയർത്തുമ്പോൾ ഇസ്ഹാക്ക് വാവിട്ട് നിലവിളിക്കുമ്പോ സ്വർഗ്ഗത്തിൽ നിന്ന് കൈ നീട്ട് വന്ന് അബ്രഹാത്തിന്റെ കയ്യെ പിടിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു കുരിശിൽ കിടന്ന് കരയുമ്പോ ഈ അപ്പൻ എവിടെ പോയിരിക്കുവായിരുന്നു? ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? ദൈവത്താൽ പഠിപ്പിക്കപ്പെടണം മക്കളെ. ദൈവം തരുന്ന വ്യാഖ്യാനങ്ങള്, ദൈവം തരുന്ന വെളിപാടുകൾ, ദൈവം തരുന്ന വെളിപ്പെടുത്തലുകൾ ഡിക്ഷണറി വെച്ചിട്ടല്ല, ആരെങ്കിലും എഴുതിയ പുസ്തകം വായിച്ചിട്ടല്ല മക്കളെ ബൈബിള് പഠിക്കേണ്ടത്. ബൈബിള് വായിക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കണ്ണീർ തുള്ളി വരും. That drop of tear will magnify the word of God. നിന്റെ കണ്ണീർ തുള്ളി ദൈവവചനത്തിന്റെ വലിപ്പം നിനക്ക് മനസ്സിലാക്കി തരുമ്പോ നീ പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായിട്ട് തീരും. ഒരു വികാരവും ഇല്ലാത്ത കുറച്ച് മനുഷ്യരാണല്ലോ ദൈവമേ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവങ്ങളെ ഈ പാവം പിടിച്ച അമ്മമാർക്കൊക്കെ മനസ്സിലാക്കിയ ദൈവശാസ്ത്രം ഒന്നും ഒരച്ഛനും പിടികിട്ടിട്ടില്ല കേട്ടോ. ഒരു ദൈവശാസ്ത്രജ്ഞനും പിടികിട്ടിട്ടില്ലാത്ത കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിമാർക്ക് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ വലിയ അക്ഷരത്തിലുള്ളൊരു ബൈബിള് വാങ്ങിച്ചതാ. വലിയ അക്ഷരത്തിലുള്ള ബൈബിള്. നമ്മളെല്ലാവരും വലിയ അക്ഷരത്തിലുള്ള ബൈബിള് വായിക്കാൻ തുടങ്ങണം മക്കളെ. നമ്മളൊക്കെ ചെറിയ അക്ഷരത്തിലുള്ള ബൈബിള് വായിച്ചു കൊണ്ടിരിക്കുക. ദൈവം വലുതാക്കി തന്ന വലിയ അക്ഷരത്തിലുള്ള ബൈബിൾ വായിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ. ജീവിതം കൊണ്ട് വലുതായ ബൈബിൾ വചനങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുമുട്ടിയ ബൈബിൾ വചനങ്ങൾ നിങ്ങൾക്ക് വലിപ്പമുള്ള വചനമായി മാറും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും, അവങ്ങൾ പറഞ്ഞല്ലേ ബൈബിള് വായിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കണം. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരും. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ വന്ന് ദൈവസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനത്തിന് വരെ ബൈബിള്, ഈ തിരുവചനം നിനക്കൊരു കാര്യം വെളിപ്പെടുത്തി തരിക. ഈ വചനത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ക്രിസ്തു എന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയെ നിനക്ക് കാണാൻ പറ്റുക. ആ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയെ നിലവിളി നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവന്റെ ചോരയിതാ നിനക്ക് വേണ്ടി ചിന്തപ്പെടുന്നത്. അവന്റെ വാവിട്ട് നിലവിളി ഇതാ ഈ ദേവാലയം മുഴങ്ങിക്കൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ബലിയാകുന്ന ക്രിസ്തു യേശുവേ, കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ച
ഉപേക്ഷിക്കാതെ